ഹലോ സർ. പിന്നെ ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിന് കിട്ടിയ വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സാറിന് ഡയറക്റ്റ് അയക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. അത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് തന്നെ 100% വിശ്വാസത്തോടു കൂടി തന്നെയാണ്. എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് തോട്ട് അതിന് ശേഷം എൻ്റെ മൈൻഡിൽ കടന്നിട്ടില്ല. ഫുള്ള് സക്സസ് മൈൻഡായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. ആ സൺഡേക്ക് ശേഷം ഞാൻ അന്ന് അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചതാണ്. ഞാൻ ഇന്ന് തൊട്ടിട്ട് വേറൊരു ആളാണെന്നുള്ള രീതിയിലാണ് ഞാനത് തീരുമാനിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പിറ്റേന്ന് ഞാനിവിടെ വന്നതിൻ്റെ ശേഷം നമ്മുടെ ബിസിനസ്സിൽ ഞാനൊരു വേറെ ബിസിനസ്, ഒരു ഫാമിലി സലൂണിലൊരു ചെറിയൊരു പരിപാടിയുണ്ട്. അതിൽ ചെറിയൊരു ഇഷ്യൂ വന്ന സമയത്ത് അതിലൊരാൾ ഒരു തെറ്റിദ്ധാരണൻ്റെ മേലെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അവർ ഒരു പിണങ്ങിപ്പോയ പോലെ ഒരു രീതിയിൽ വന്നു കേട്ടോ. ഞാൻ ആ ബ്ലാക്ക് സ്റ്റോണ് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ആ ഇഷ്യൂ നമ്മൾക്കത് തീർന്നു തരണം, ഇന്ന് വൈകുന്നേരം അവർ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ. എൻ്റെ സർ, പറയാൻ വാക്കുകളില്ല എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇന്നലെ എറണാകുളത്ത് പോയത് കാരണം ഞാൻ 1:30 മണിക്കാണ്, പുലർച്ചെ 1:30 മണിക്ക്, ഇന്നലെ 3:30 എനിക്ക് ട്രെയിന്. പക്ഷേ ഇന്നലെ ഞാൻ 1:30 മണിക്കാണ് ആ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് പ്രാർത്ഥിച്ചത് കേട്ടോ. പ്രാർത്ഥിച്ച് ഒരു 3 മണിയായപ്പോൾ ആൾ വിളിക്കുന്നത്, ഇതാ ഞാൻ വേങ്ങരയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് കണ്ണിൽ വെള്ളം വന്നു പോയി. ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് പോയ ആളാണ്. പക്ഷെ അവരില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ബിസിനസ് എവിടെ എത്തൂല. കാരണം അത്രയും സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണത്. അപ്പം അത് എന്താ ഞാൻ സാറിനോട് പറയും, എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ കേട്ടോ. അവർ തിരിച്ചു വന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള പ്രശ്നം പറയാം. ഞാനായിട്ടല്ല ഇഷ്യൂ ഉണ്ടായത്, എൻ്റെ കൂടെയുള്ള വേറൊരു കുട്ടിയായിട്ടാണ് ഇഷ്യൂ ഉണ്ടായത്. ആ ഒരു വിഷയം ആളത് കംപ്ലീറ്റ് മറന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ എനിക്കൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയത്. വെരിഫിക്കേഷന് വേണ്ടി എറണാകുളത്ത് പോയ തലേന്ന് 10 മണിക്ക് മോൻ ഫോട്ടോ കോപ്പിക്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിലൊരു ഫോം ഇല്ല എന്നുള്ളത് മിസ്സായിപ്പോയത്. ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ഒരു ഫോമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3:30 എനിക്ക് ട്രെയിനാണ്, അല്ല ബസ്സാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പോയി. എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് നീട്ടിക്കിട്ടോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനത് പോയി. അന്നേരം എനിക്ക് ഈ സ്റ്റോൺ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പുറത്തുള്ള വേറെ പ്രാർത്ഥിച്ചതാണല്ലോ. പിന്നെ അവർ ഇന്നത്തേക്ക് ടൈം തന്നു. എനിക്ക് ആ ഫോം മിസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിനുള്ളിലൊന്നും എവിടെയില്ല, ഞാൻ വെക്കുന്ന ഫയലിലില്ല, ഒന്നുമില്ല. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഞാൻ 5:30 എഴുന്നേൽക്കുമല്ലോ, മെഡിറ്റേഷൻ കഴിഞ്ഞ് ഞാൻ ആ ബ്ലാക്ക് സ്റ്റോൺ എടുത്തിട്ട് ഇന്ന് എനിക്ക് അത് കിട്ടിയതിന് നന്ദി എന്നും പറഞ്ഞിട്ട് ഞാനത് കെട്ടി 7 കെട്ട് കെട്ടി ഞാൻ പ്രാർത്ഥിച്ചു. വൈകിട്ട് ഞാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തോട്ട് വന്ന്, കാറിൻ്റെ ബോക്സിലൊന്ന് നോക്കിയാലോ എന്ന്. കാരണം അവിടെ മാത്രമേ ഇനി നോക്കാനുള്ളൂ, വേറെ എവിടെ ഇല്ല. എന്നോട് ആരോ പറഞ്ഞു തരുന്ന പോലെ കാറിൻ്റെ ബോക്സിൽ പോയി നോക്കാം. ഞാൻ വേഗം വന്ന് മോനോട് പറഞ്ഞ് കാറ് തുറക്കാൻ വേണ്ടിയിട്ട് കാറ് തുറന്ന് ആ ബോക്സിൽ വെച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ സാർ, അതിലുണ്ട് ആ ഒരു ഫോം, ആ ഒരു ഞാൻ സൈൻ ചെയ്ത പേപ്പർ അതിനകത്ത്. എനിക്കിതിൽ പരം എന്താ പറയുക, ഞാൻ കരഞ്ഞു പോയി. സന്തോഷം കൊണ്ടോ അല്ല, എന്താ എനിക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. 2 അനുഭവം എനിക്കിന്ന് ബ്ലാക്ക് സ്റ്റോണുണ്ട്. വൈറ്റ് സ്റ്റോണോട് ഞാൻ ശ്രീജ സാറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ശ്രീജനെ വിളിച്ച് പറഞ്ഞു, ശ്രീ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കാരണം നമുക്ക് 7 ദിവസം മാത്രം വെയിറ്റ് ചെയ്യണം. ശ്രീജൻ്റെ അവസ്ഥ അത്രയും പരിതാപകരമായിട്ടാണ് ശ്രീജൻ്റെ അവസ്ഥ പോകുന്നത്. ഞാൻ പറയും, എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നിരുന്നു ശ്രീ നിനക്ക്, കാരണം നമുക്കത് വേറെ വഴികൾ കൂടെ കിട്ടും, നിൻ്റെ ആവശ്യങ്ങൾ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം എൻ്റെ ജീവനും മരണവും തമ്മിലുള്ള ഒരു പോക്കാണ് ഈ പോക്കെന്ന് പറഞ്ഞിട്ടാണ് അത്രയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലോട്ടറിൻ്റെ കാര്യത്തിൽ ശ്രീജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീ നീ ഒരു 7 ദിവസം വെയിറ്റ് ചെയ്താൽ മതി, എനിക്കിങ്ങനെ 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എന്തായാലും അത് സക്സസ് ആയിട്ട് അത് അടിച്ചിരിക്കും, നീ ഒന്നുകൊണ്ട് ഒരു നെഗറ്റീവ് മൈൻഡ് കൊടുക്കണ്ട, നമ്മളത് വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീജനോട് ആ രീതിയിൽ സംസാരിച്ചു. കാരണം എനിക്ക് 2 അനുഭവം മുന്നിലാണ് സർ കാണുന്നത്. എനിക്കിന്ന് ആ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഡിഗ്രി, ഞാൻ സാറിനോട് അത് ഒന്നുകൂടെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനത്. ഞാൻ സാറിന് വേറെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിൽ ഞാനത് പറയാം, ഞാൻ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്തതാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയും താങ്ക്സ്. അത്രയും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ.